ഹലോ മുത്തുമണികളെ. അപ്പൊ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരാഴ്ചയായി ഈ ഒരു ന്യൂസ് വാർത്തയിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടും ഒരാഴ്ചയായി. പക്ഷെ എനിക്ക് ഇതേപോലെ ഒരു സമാന സംഭവം മറ്റൊരിടത്ത് നടന്ന സമയത്തും ഇതുപോലെ ചാനലുകളിൽ കണ്ടപ്പോൾ ഞാൻ ഈ കാര്യം സംസാരിക്കണമെന്ന് വിചാരിച്ചതാണെങ്കിലും എനിക്ക് എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയാതെ പോയ ചില കാര്യമുണ്ട്. സംഭവം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹരിപ്പാട് ഒരു ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പ്രസവിച്ചു. അങ്ങനെ അത് വലിയ അസ്വാഭാവികതയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ പണ്ട് കാലങ്ങളിൽ വളരെ ചെറുപ്പത്തിൽ, അതായത് 12, 13, 14 വയസ്സുകളിലൊക്കെ പെൺകുട്ടികൾ പ്രസവിക്കാറുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ സയന്റിഫിക്കലി പെണ്ണിന്റെ ഗർഭപാത്രത്തിന് കട്ടി കുറവാണ്, ആ ഒരു പ്രായത്തിൽ ഒരിക്കലും വിവാഹം പാടില്ല അല്ലെങ്കിൽ പ്രസവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പ്രായപൂർത്തിയായതിനു ശേഷം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, അവരുടെ ഗർഭപാത്രത്തിന് കനമായതിനു ശേഷം മാത്രം പെൺകുട്ടികൾ ഗർഭം ധരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു പിന്നെ നിയമ സാധ്യതകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നത്. അപ്പം അതുകൊണ്ട് 13, 14 വയസ്സുള്ള പെൺകുട്ടികൾ വരെ പ്രസവിച്ചിരുന്ന ഈ ഒരു കാലത്ത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രസവിക്കുന്നത് അസ്വാഭാവികതയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എങ്കിലും ചില കാര്യങ്ങൾ, ചില സംശയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചില പിന്നെ എന്താണ് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വന്നേക്കുന്നത്. അതായത് പെൺകുട്ടി 10 മാസത്തോളം ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളോ പെൺകുട്ടിയുടെ പരിസരവാസികളോ പെൺകുട്ടിയുമായിട്ട് ഇടപഴകുന്ന ആരും തന്നെ അറിഞ്ഞിരുന്നില്ല ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, പെൺകുട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പെൺകുട്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തോ കൊഴുപ്പടിഞ്ഞ് കിടക്കുന്നതാണ്, ഇത് വയറ് നീരടിച്ചിരിക്കുന്നതാണ്, എനിക്ക് പെയിൻ കില്ലർ തന്നാൽ മതി. അപ്പോൾ പക്ഷെ ഡോക്ടേഴ്സിന് സംശയം തോന്നുന്നു, ഇത് ഈ കുട്ടി പറയുന്ന ഒരു രീതിയിലല്ല കുട്ടിയുടെ വയറ്. അപ്പോൾ വയറൊന്ന് പരിശോധിക്കാം എന്ന് പറയുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് മനസ്സിലായി എന്തോ വിഷയമുണ്ട്. അങ്ങനെ കുട്ടിയെ അവർ എനിക്ക് തോന്നുന്നു ഒബ്സർവേഷനിൽ വെച്ചിരിക്കുന്ന സമയത്തായിരിക്കണം കുട്ടി ബാത്റൂമിൽ കയറി പ്രസവിച്ച് ഈ പ്രസവിച്ച കുഞ്ഞിനെ മിനിറ്റുകൾ മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ ഈ കുട്ടി ജനാലയിലൂടെ, ഹോസ്പിറ്റലിൻ്റെ ജനാലയിലൂടെ വലിച്ച് പുറത്തേക്ക് എറിയുന്നു. ഈ പുറത്തേക്ക് എറിഞ്ഞ കുട്ടി ചെന്ന് വീണത് ഈ കരിയിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തായത് കൊണ്ട് തന്നെ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് അലോസരമുണ്ടാക്കുന്ന കാര്യം എന്തെന്ന് അറിയാമോ? ഈ കുട്ടി ചെയ്ത ഈ പ്രവൃത്തിയെയും പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതൊരു നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ചാനലിൽ ഒരു വാർത്ത ഞാൻ കണ്ടു. പെൺകുട്ടി പതറിപ്പോയിട്ടുണ്ടാകാം. പെൺകുട്ടി പതറിപ്പോയിട്ട്, എനിക്കൊന്നും ഏത് ചാനലാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാർത്ത കണ്ടു, പെൺകുട്ടി പതറിപ്പോയിട്ടുണ്ടാകാം. അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്തു? ഈ കൊച്ചിനെ വലിച്ച് ബാക്കിലോട്ട് എവിടേക്കോ കാട്ടും പ്രദേശത്ത് എറിഞ്ഞു. പതറിപ്പോയ ഈ പെൺകുട്ടി ചെയ്ത ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ സാഹചര്യം ഒരു മനുഷ്യനെ ഏതെല്ലാം ഘട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. പെൺകുട്ടി 10 മാസം പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം നാട്ടിലോ വീട്ടിലോ ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ വെച്ച് ഈ കുട്ടി പ്രസവിച്ചപ്പോൾ, ഇത് ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് ഈ ന്യൂസ് ചാനലുകാർ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഡോക്ടേഴ്സ് അതിനെ പറയുന്നുണ്ട്, ഈ പൊക്കിൾ കൊടി എങ്ങനെയായിരിക്കും അറുത്തിട്ടുണ്ടാവുക എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നു, അവിടെ ബാത്റൂമിൻ്റെ അകത്ത് എന്തായാലും കത്തിരി അങ്ങനെയുള്ള മൂർച്ചയുള്ള സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടി അത് വലിച്ചു പിഴുതൊക്കെ പൊക്കിൾ കൊടി വലിച്ചു പിഴുത് എടുത്തിട്ടുണ്ടാവും.
എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ശരിക്കും എൻ്റെ ദേഹം മുഴുവൻ വേദന എടുക്കുന്ന ഒരു സംഭവം, ഒരു വേദന എടുക്കുന്ന ഒരു രീതി എനിക്ക് തോന്നിപ്പോയി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയം മുതൽ എല്ലാവരും പറയും 3 മാസം കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ ഛർദിലും തലകറക്കവും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് പറയും. പക്ഷേ സാധാരണഗതിയിൽ എൻ്റെ 6ാമത്തെ കുഞ്ഞിന് എനിക്ക് അങ്ങനെ ഒരു സിംറ്റം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ എൻ്റെ 5 പ്രഗ്നൻസിയിലും ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം മുതൽ, അതായത് എൻ്റെ ഉദരത്തിൽ ഒരു അണു പ്രവേശിച്ച സമയം മുതൽ എനിക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഭയങ്കരമായ ഒരു മനം പുരട്ടൽ ഛർദിലായിട്ടൊന്നും വരുന്നില്ലെങ്കിലും ഭയങ്കരമായിട്ട് മൂക്കിനൊക്കെ ഭയങ്കര പവർ കൂടിയിട്ട് ഏതോ ഉഗാണ്ടയിൽ എണ്ണ ചട്ടിയിൽ എണ്ണ ഒഴിച്ചാൽ എൻ്റെ മൂക്കിൽ കയറും. ഏതോ എനിക്കൊന്നൊന്ന് അടുത്ത ജില്ലയിൽ വല്ലതും ആയിരിക്കും എണ്ണ ചൂടാക്കുന്നത്, പക്ഷെ ഇവിടെ എനിക്കെടുക്കും. ഏത് വീട്ടിൽ എണ്ണ പൊഴിച്ചാലും അതേപോലെ കടുക് പൊട്ടിക്കുന്ന സൗണ്ട്, അതുപോലെ മീൻകറി സൗണ്ടല്ല, കടുക് പൊട്ടിക്കുന്ന ആ സ്മെല്ലെടുക്കും. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഛർദിച്ചാൽ നമുക്ക് ആ ഒരു പ്രയാസം പോയി കിട്ടും. പക്ഷെ ഇത് ഛർദിക്കില്ല, അത് ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടന്നിട്ട് എന്തോ ഒരു ദഹിക്കാത്ത എന്തോ കിടന്നിട്ട് ഇങ്ങനെ നെഞ്ചിൻ കൂട്ടിൽ ഇങ്ങനെ വല്ലാത്ത ഒരു മരവിപ്പ് പോലത്തെ ഒരു അവസ്ഥയുണ്ട്, ഒരു മനം പുരട്ടൽ. ഇതൊക്കെ കഴിഞ്ഞ് ഈ സിംറ്റം ഒക്കെ കഴിഞ്ഞ് പിന്നെ 3 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഛർദിൽ മാത്രമല്ല തലകറക്കവും ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് നമ്മളെ വയറ്റിൽ നമ്മളെ കുടലുമാല വരെ നമുക്ക് പുറത്തു വരുന്നതാണ് ഗർഭാവസ്ഥയില ഛർദിലെന്ന് പറയുന്നത്. വെറുതെ പോയി ഒന്ന് ഇങ്ങനെ അങ്ങ് ഛർദിച്ചിട്ട് പോവലല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഈ പെൺകുട്ടിയുടെ ആദ്യത്തെ പ്രഗ്നൻസിയാണ്, ആദ്യത്തെ പ്രസവമാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഛർദിലിനെ ഇവള് മറച്ചു വെച്ചു, ഈ മനം പുരട്ടലും ഇവള് മറച്ചു വെച്ചു, ഈ വലിയ വയറിനെ ഇവള് മറച്ചു വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇവള് ഹോസ്പിറ്റലിലെത്തി. ഇവക്ക് എന്തായാലും അറിയാം, ഈ പെൺകുട്ടി 19 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായമല്ല, അത്ര ഒന്നും അറിയാൻ പാടില്ലാത്തൊരു പ്രായമല്ല. ഈ കുട്ടിക്ക് അറിയാം താൻ പ്രഗ്നന്റ് ആണ്, താൻ കുറച്ച് നിമിഷങ്ങൾക്കകം കുഞ്ഞിനെ പ്രസവിക്കുമെന്നുള്ളത് കുട്ടിക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ വയറ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവൾ സമ്മതിക്കാതിരുന്നത്. അത് കഴിഞ്ഞ് കുട്ടി ബാത്റൂമിൽ കയറി പ്രസവിച്ചതിന് ശേഷം ഇതിനെ വലിച്ചു പിഴുതെടുത്തു എന്ന് പറയുമ്പോൾ ശരിക്ക് ആദ്യത്തെ പ്രഗ്നൻസി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ദിവസം മുഴുവൻ, അതായത് തലേ ദിവസം 9:30 തുടങ്ങിയ, തലേ ദിവസം വേദന തുടങ്ങുന്നത് എനിക്ക് 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ വേദന ഞാൻ പ്രസവിക്കുന്നത് പിറ്റേ ദിവസം 4 മണിക്ക്, രാവിലെ വെളുപ്പിന് 4 മണി വരെ ഈ വേദന ഇങ്ങനെ തന്നെ സഹിച്ച്. ഈ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ വേദന ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാനാവുന്നതിൻ്റെയും അപ്പുറമാണ്. ഈ പ്രസവിക്കുന്ന വേദന എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണ്. ഈ സമയം എന്ന് പറയുന്നത് ഒരിക്കലും കരയാതെ അല്ലെങ്കിൽ ഒരു അലമുറയിടാതെ ആ വേദന സഹിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഒരു വേദന 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ബാത്റൂമിനകത്ത് കയറി നിശബ്ദമായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കാത്ത ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ആ കുട്ടി അതിൻ്റെ അകത്ത് പ്രസവിച്ചത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ഇനി എന്ത് വേദന, എത്ര വലിയ വേദന നമ്മൾ സഹിച്ച് എന്ന് പറഞ്ഞാലും ഈ ലാസ്റ്റ് മൊമെന്റ് ഉണ്ട്. ഈ ലാസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത്, ഈ വേദന എന്ന് പറയുന്നത് ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് വരുന്ന ഒരു വേദനയാണ്. അതായത് നമ്മൾ നോർമലായിട്ടിരിക്കും, ഈ വേദന നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. വളരെ പെട്ടെന്ന് തന്നെ ഇത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിട്ട് ഈ വേദന ഇങ്ങനെ പൊന്തും. 2 തരത്തിലാണ് ഈ വേദന വരുന്നത്. അതായത് നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒരു വേദനയിലോട്ട് ഈ വേദന ശമിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഇത് ഭയങ്കരമായ വേദനയിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീ ശരീരത്തിന് അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായ ഒരു വേദനയാണ് പ്രസവ വേദന എന്ന് പറയുന്നത്. ഈ വേദനയെ ആ പെൺകുട്ടി രഹസ്യമായി സഹിച്ച് ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തു എന്നുള്ളത്, അത്രയും വലിയൊരു ബ്ലീഡിങ്ങും ആ കുഞ്ഞിനെയും ഒക്കെ ആ കുട്ടി 19 വയസ്സിൽ തനിയെ ഇങ്ങനെ എടുത്തു എന്നുള്ളത് ഭയങ്കര
വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. സംഭവം നടന്നത് തന്നെയാണ്. പക്ഷെ എങ്കിലും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ വെറും 19 വയസ്സുള്ള ആ പെൺകുട്ടി അത്രയും കടുപ്പമുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് എന്ന് ചിന്തിക്കുമ്പോൾ, അതും കഴിഞ്ഞ് ഈ കുട്ടി ഈ പൊക്കിൾക്കൊടി എന്ന് പറയുന്നത്, പൊക്കിൾക്കൊടി വലിച്ച് പിഴുത് എടുക്കണമെങ്കിൽ അത് സഹിച്ച വേദന എന്താണെന്നൊന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയധികം വേദനകൾ സഹിക്കാനും മാത്രം ആ പെൺകുട്ടിയുടെ ലൈഫിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. ഇത്രയും ഈ അവസ്ഥ, ഒരു ഗർഭാവസ്ഥയെ, ഇവിടെ ചില മനുഷ്യരൊക്കെ ഗർഭകാലഘട്ടം അയ്യോ പൊത്തോ എന്ന് കിടന്നിട്ട് നിലവിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളത് സഹിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഈ വേദനകളെ എല്ലാം രഹസ്യമായി സഹിച്ച് ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവളുടെ ലൈഫിൽ നടന്നത് എന്തായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? ശരിക്കും ഈ കുട്ടി പ്രസവിച്ച കുട്ടീനെ ബാക്കിൽ കാട്ടും പ്രദേശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ കുട്ടി ഇറങ്ങി പുറത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ പോയി എന്നാണ് പറയുന്നത്. പിന്നീടാണ് ഇവർ കണ്ടെത്തുന്നത് ഇങ്ങനെ ഒരു പ്രസവം നടന്നു എന്നുള്ളതും, കുട്ടീനെ ഈ പെൺകുട്ടി വലിച്ചെറിഞ്ഞിരിക്കുകയാണെന്നും. ബാക്കിൽ പോയി എന്തോ ആ കുട്ടിക്ക് ആയുസ്സും ആരോഗ്യവും ഉള്ളത് കൊണ്ട്, ഭാഗ്യവും, ആയുസ്സിന്റെ ആരോഗ്യത്തിന്റെയും കാര്യമല്ല, ആ കുട്ടിക്ക് ഭയങ്കരമായ ഒരു ഭാഗ്യമുള്ളത് കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളെ കയ്യിൽ കൊണ്ട് തരുന്ന ആ ഒരു കുഞ്ഞു ബേബി എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഒന്ന് തിരിഞ്ഞാലോ മറിഞ്ഞാലോ പോലും എന്തെങ്കിലും പറ്റും എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ബേബീനെയാണ് നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നത്. മിനിറ്റുകൾ മാത്രം പ്രായമുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത്, നമ്മൾ അത്രയും ഭയങ്കര സേഫ്റ്റിയിൽ നമ്മൾ നോക്കുന്ന ആ ഒരു കുഞ്ഞിനെ ഇവര് വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ, അവിടെ എന്തെങ്കിലും ഒരു കല്ലോ മറ്റോ ഉണ്ടായിരുന്ന് ഈ കുട്ടീനെ വലിച്ചെറിഞ്ഞ സമയത്ത് എന്തിലെങ്കിലും ഒന്ന് തട്ടി ആ കുഞ്ഞിന് എന്ത് സംഭവിക്കുമായിരുന്നു? ഇനി ഇത് പോട്ടെ, ചോരക്കുഞ്ഞ് അതിന്റെ ബാക്കിൽ പട്ടികളൊക്കെ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പട്ടി കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും മതിയായിരുന്നു. പക്ഷെ ആ കുഞ്ഞെന്ന് പറയുന്നത്, ആ കുഞ്ഞിന് എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് കുഞ്ഞും അമ്മയും ഒക്കെ ഇപ്പൊ സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവെക്കണമെന്ന് തോന്നി. ആ ഒരു കടുപ്പം, ആ 19 വയസ്സുകാരിയുടെ മനസ്സിന്റെ ആ ഒരു കടുപ്പം, ഞാനൊക്കെ പ്രസവിക്കുന്ന സമയത്ത് പ്രസവം കഴിഞ്ഞിട്ട് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റൂല. നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ജെർക്ക് ചെയ്യണം. നമ്മളെ ഒരു അരക്കെട്ട് നമുക്ക് എടുത്ത് പൊന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റൂല. നമ്മൾ അത്രയും അവശതയിലായി പോവും. നമ്മളെ ശരീരം ഇങ്ങനെ കിടന്ന് വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എണീറ്റൊന്ന് നിൽക്കാനോ നടക്കാനോ മറ്റൊരാളുടെ സഹായമില്ലാതെ എണീറ്റ് നിൽക്കാനോ നടക്കാനോ നമ്മളെ കൊണ്ട് കഴിയൂല. ഞാൻ 6 കുഞ്ഞുങ്ങളെ സുഖമായിട്ട് പ്രസവിച്ച ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്, സുഖമായിട്ട് പ്രസവിച്ചിട്ട് അങ്ങനെ നമുക്ക് എണീറ്റ് നടന്ന് പോവാൻ വേണ്ടിയിട്ട് പറ്റൂല. പക്ഷെ ഈ 19 വയസ്സുള്ള പെൺകുട്ടി, ശരിക്കും ആ കുട്ടിയുടെ മനസ്സിന്റെ കടുപ്പം ആലോചിക്കുമ്പോൾ ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല. ഒരുപാട് പേര് ഈ പെൺകുട്ടിയുടെ ഈ ഒരു അവസ്ഥയെ ഭയങ്കര ലഘൂകരിച്ച്, നമ്മളെ ശ്രീലക്ഷ്മി അറക്കലൊക്കെ ഇങ്ങനെ ലഘൂകരിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്ക് അവരെയും എനിക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. കാരണം ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഇതിന്റെ മനസ്സിനെ ഇത്രയും കട്ടിയാക്കുന്ന തരത്തിലുള്ള എന്തോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ഓക്കെ, താങ്ക് യു.